ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനുള്ള ഒരു ചെറുപയർ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുളപ്പിച്ച ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുപയർ ആദ്യം ഇട്ട് കൊടുക്കുന്നു. മുളപ്പിച്ച ചെറുപയറാണ്. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ എല്ലാം വെന്തോളും. സാമ്പാറിനുള്ള കഷ്ണമെല്ലാം വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ അടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഭക്ഷണത്തിനുള്ള കഞ്ഞി ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. സാമ്പാറിൻ്റെ ഉള്ള കഷ്ണങ്ങളൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയും മത്തങ്ങയും ഒരു കഷ്ണം ക്യാരറ്റും ചേർത്ത് അരച്ചത് ഇതിൽ കൊഴുപ്പിനും കളറിനും വേണ്ടി ചേർത്ത് കൊടുക്കുക. കളറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മല്ലിപ്പൊടി ചേർക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഇന്തുപ്പും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാറിലേക്ക് ഈ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ചിലർക്കിത് ഇഷ്ടമല്ല, ഈ മല്ലിയില. എനിക്കും പണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മല്ലിയില കഴിക്കും. എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ടൈം അനുസരിച്ച് നമ്മുടെ രുചി വ്യത്യാസം ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഞ്ഞിയും ചേർത്ത് സാമ്പാറും ചേർത്ത് നമുക്ക് ഉച്ചഭക്ഷണം കഴിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. രാവിലെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. സാമ്പാറും ഉണക്കളരി കഞ്ഞിയും ആണ്. രാവിലെ കൂട്ടി എവിടെയെങ്കിലും കഞ്ഞി ഹോട്ടലിൽ കിട്ടുമോ എന്ന് കാണിച്ചു തരണേ. ഇത് വീട്ടിലല്ലാതെ എവിടെയാണ് കിട്ടുന്നത്. നമുക്കിത് ഈ കഞ്ഞിയിലേക്ക് ഇത്തിരി അല്പം തേങ്ങാ ചിരവലും കൂടെ ഇട്ട് കൊടുക്കുക. സാമ്പാർ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചേർത്ത് ഈ പ്ലാവിലെ കോരാനൊക്കെ കുടിച്ചു, ചൂടാണ്. സാമ്പാറും ചേർത്ത് അടിപൊളിയാണ്. ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
എല്ലാം ചെയ്യുക. നമസ്കാരം.